ആരോഗ്യ സംവിധാനത്തെ ചോദ്യം ചെയ്ത വീണ്ടും സർക്കാർ ഡോക്ടർ. സർക്കാരിന്റെ അവയവദാന ഏജൻസിയായ കേസോട്ടോ പൂർണ്ണ പരാജയമെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവിയുടെ പ്രതികരണം. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിലെണ്ണാവുന്നത് മാത്രമെന്ന് മോഹൻദാസ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. മൃതസഞ്ജീവനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ലെന്നും മോഹൻദാസ് പറയുന്നു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, ഇതിനു മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗം തലവന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ അല ഒടുങ്ങിയിട്ടില്ല. അതിന് പിന്നാലെയാണ് മോഹൻദാസും വളരെ നിർണായകമായ ചില കാര്യങ്ങൾ പറയുന്നത്. കേസോട്ടോ പദ്ധതി പൂർണ്ണ പരാജയമാണ് എന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ തുറന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ വിശദാംശങ്ങൾ, ഷിജോ? ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ചു തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തിരക്കൽ നടത്തിയ തുറന്നു പറച്ചിലിന് പിന്നാലെയുള്ള വെളിപ്പെടുത്തലുകളും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ അലയൊലികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കേസോട്ടോയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് വൃക്കമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഒരു ഡോക്ടറിന്റെ വിയോഗ വാർത്ത ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് കേസോട്ടോയുടെ പ്രവർത്തനം തീർത്തും നിഷ്ഫലമാണ്, ഒരു തരത്തിലുമുള്ള ഒരു പ്രയോജനമില്ലാത്ത സംവിധാനമായിട്ട് കേസോട്ടോ മാറി എന്നുള്ള ഒരു വിമർശനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2017 ശേഷം സംസ്ഥാനത്ത് വിരലിലെണ്ണാവുന്ന മരണാനന്തര അവയവദാനം മാത്രമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോലി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു മരണാനന്തര അവയവമാറ്റം നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് അവയവദാനം സ്വകാര്യ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. സർക്കാർ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മരണാനന്തര അവയവദാനം നടക്കുന്നില്ല. അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. കേസോട്ടോയുടെ പ്രവർത്തനം തീർത്തും നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലാണ്. ഒരു തരത്തിലുമുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഈ കേസോട്ടോയിലൂടെ ഉണ്ടാകുന്നില്ല. മൃതസഞ്ജീവനി പദ്ധതി നമുക്കറിയാം, 2012 ഒക്കെ തുടങ്ങിയ ഈ മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് അവയവം ലഭിക്കുകയും അവർ പൊതുജീവിതത്തിലേക്ക് മടങ്ങി വരികയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ മൃതസഞ്ജീവനി ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ കേസോട്ടോയിലൂടെ ഒരു തരത്തിലും ആ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് തിരുവനന്തപുരം നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, കേസോട്ടോയുടെ സഹായമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4 വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ നടന്നു എന്നുള്ള കാര്യം അദ്ദേഹം കുറച്ചുനാൾ മുമ്പ് തന്റെ ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ടിരുന്നതാണ്. പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസോട്ടോ ഒരു തരത്തിലും ഒരു ഉപയോഗമില്ലാത്ത പദ്ധതി ആ സംവിധാനമായി മാറി എന്നുള്ള വിമർശനം പറയുന്നത്. കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോലി ചെയ്യുന്ന ആലപ്പുഴയിൽ പോലും ഒരു മരണാനന്തര അവയവമാറ്റം പോലും നടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ തന്നെയാണ് ഡോക്ടർ മോഹൻദാസ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ആരോഗ്യ മേഖല പൂർണ്ണമായിട്ടും വലിയ കുഴപ്പത്തിലാണ് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും മൃതസഞ്ജീവനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കേസോട്ടോയുടെ പ്രവർത്തനം ഒരു തരത്തിലും ആളുകൾക്ക് പ്രയോജനം ചെയ്യാത്ത തരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിലൂടെ അവയവമാറ്റം അവയവദാന ശസ്ത്രക്രിയ നടക്കേണ്ടതാണ്. പക്ഷേ അത് സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു എന്നുള്ള വിമർശനം കൂടി ഡോക്ടർ മോഹൻദാസ് പറയുന്നുണ്ട്.